ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, കാർഷിക രംഗത്ത് സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി അയ്യപ്പൻകോവിലിലെ വീട്ടമ്മയായ ശ്രീമതി മഞ്ജു അനിലിൻ്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ഇന്നെത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ മഞ്ജു അനിൽ എന്ന യുവ കർഷകരുടെ സമീപത്താണ്. മഞ്ജു അനിലിൻ്റെ കൃഷിരീതിയും കാർഷിക അനുഭവങ്ങളുമൊക്കെ നമ്മളുമായി പങ്കുവയ്ക്കും. നമസ്കാരം. നമസ്കാരം സാർ. എത്ര കാലമായി ഈ കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയിട്ട്? ഞാൻ ചെറുപ്പം മുതലേ കൃഷിയോടാണ് താല്പര്യം. ഇപ്പം 12 വർഷമായി കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട്. വിദ്യാഭ്യാസമൊക്കെ ഏതുവരെയായിരുന്നു? വിദ്യാഭ്യാസം ഞാൻ +2 ആണ്. VHSC ആണ് പഠിച്ചത്, അഗ്രികൾച്ചർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുമ്മളിയിൽ പഠിച്ചത്. അപ്പോൾ VHSC അഗ്രികൾച്ചർ പഠിച്ചത് കൊണ്ട് നമുക്കൊരു ശാസ്ത്രീയമായിട്ടുള്ള കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാധിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ ഇനം കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ മെയിനായിട്ട് ഏലമാണ്, കൊടിയുണ്ട്, വാഴയുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ എല്ലാ പച്ചക്കറികളും എല്ലാം ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് ചെയ്യുന്നത്. സമ്മിശ്ര കൃഷി എന്ന രീതിക്ക് ഇടവിളയായിട്ടാണ് ഈ പറയുന്ന എല്ലാ കൃഷിയും ചെയ്യുന്നത്? അതെ സാർ, ഇടവിളയായിട്ടാണ് എല്ലാ കൃഷിയും ചെയ്യുന്നത്. ഏലമാണ് കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏത് ഇനം ഏലമാണ് കൂടുതൽ ചെയ്യുന്നത്? ഏലം നമുക്ക് നേരത്തെയുള്ള പഴയ ചെടി, ഞള്ളാണി, ഒറ്റച്ചിമ്പന്, ഇപ്പോഴത്തെ പുതിയത് 9 വോൾട്ട്, തിരുതാളി, അങ്ങനെ എല്ലാം തന്നെ ചെയ്യുന്നു. പുതിയ എന്നെ വന്നിരിക്കുന്ന ഏലകൃഷിയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ മണ്ണ് പരിശോധന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മണ്ണ് പരിശോധന ചെയ്തിട്ടുണ്ട്, മണ്ണിൽ pH ഒക്കെ നോക്കുന്നുണ്ട്. അതിന് കൃഷിഭവൻ വഴിയാണോ നോക്കുന്നത്? കൃഷിഭവൻ വഴിയാണ്. സമ്മിശ്രമായിട്ട് ഇത്രയും പറഞ്ഞ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം സ്പൈസസ് ബോർഡ് അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടാറുണ്ടോ? സ്പൈസസ് ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്, കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഒരു കർഷകനാണ്, നല്ല കർഷകനാണ്. ഹസ്ബൻഡിൻ്റെ ആ പരിചയസമ്പന്നതയിലാണ് ഞാൻ കൃഷികളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. വിള ഇൻഷുറൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി അത് കിട്ടുന്നുണ്ട്. ഈ കൃഷി ചെയ്യുന്നത് സ്വന്തം സ്ഥലത്താണോ പാട്ടം എടുത്തിട്ടാണോ? സ്വന്തം സ്ഥലമുണ്ട്, പാട്ട സ്ഥലമുണ്ട്. മൊത്തം പാട്ടവും സ്വന്തം സ്ഥലവും കൂടെ കൂട്ടി 5 ഏക്കറുണ്ട്. 5 ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ ഇങ്ങനെയുള്ള കിഴങ്ങ് വിളകളുടെ കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. അത് പരിപാലിക്കുന്ന രീതി, അതിൻ്റെ നടിയിൽ തൊട്ടുള്ളൊരു പ്രക്രിയ ഒന്ന് വിശദമാക്കാമോ? കപ്പ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്, നമ്മളൊരു ജനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി കപ്പ പറിച്ച് കഴിഞ്ഞ് പുതിയതായിട്ട് നമ്മൾ ഇടുന്നതാണ്. ഫസ്റ്റ് നമ്മൾ നില ഒരുക്കിയിട്ട് നമ്മളതിനകത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് നടുന്നത്. അത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്ന സമയമുണ്ട്. വെള്ളം ഒഴിച്ച് അത് കിളുത്ത് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിന് വേണ്ട ചാണകപ്പൊടി, ചാരം അങ്ങനെയൊക്കെ ഇട്ടാണ് നമ്മൾ അത് പരിപാലിച്ച് പോകുന്നത്. രാസവളം ഉപയോഗിക്കുന്നില്ല, ജൈവവളമാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ചേനയ്ക്കും കാച്ചിലിനും എല്ലാം ആ ഒരു മെയ് സമയത്തോടു കൂടി നമ്മളെല്ലാം അതിൻ്റേതായ രീതിയിൽ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഒരു വിപണി എങ്ങനെയാണ്? നമുക്ക് ഇവിടെ വിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? വിൽക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് കപ്പയൊക്കെ മെയിനായിട്ട് നമുക്ക് വിപണി ഉള്ളതാണ്. പിന്നെ ഇഞ്ചിക്കും നമുക്ക് വിപണി ഉണ്ട്, ചേനയ്ക്കും നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് അത്ര പോരാ. കാച്ചിൽ എന്നൊന്നും നമുക്ക് മാർക്കറ്റിംഗ് അങ്ങനെ കിട്ടാറില്ല. കപ്പയൊക്കെ ഏതിനം കപ്പയാണ് ചെയ്യുന്നത്? കപ്പ നമ്മൾ കോട്ടയം ചുള്ളി കപ്പ ഉണക്കി വിൽക്കാറുണ്ടോ? ഉണക്കി വിൽക്കാറുണ്ട്. നമ്മൾ തന്നെ പറിച്ച് വാട്ടി തന്നെയാണ് നമ്മൾ അത് തനി നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തൊരു സ്ഥലത്ത് കപ്പ കൃഷി ചെയ്യുന്നുണ്ട്? കപ്പ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3/4 ഏക്കർ സ്ഥലത്ത് കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. അതൊരു 10 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ 3/4 ഏക്കർ സ്ഥലത്ത് എത്ര മൂട് കപ്പ നമുക്ക് ചെയ്യാൻ പറ്റും? 3/4 ഏക്കർ സ്ഥലത്ത് നമ്മളൊരു 1500 മൂടോളം ചെയ്യുന്നുണ്ട്. ഇത്രയധികം കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് തൊഴിലാളികളുടെ ആവശ്യം വരാറുണ്ടോ? തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നമ്മൾ നിലവൊരുക്കുക അങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ തൊഴിലാളികളെ വെക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ്
ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മലയാളികളായിട്ടുള്ള തൊഴിലാളികളുണ്ട്. കിട്ടാനുണ്ട്. ഏലത്തിന്റെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള തൊഴിലാളികൾ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ ഉണ്ട്. ഏലം നമ്മൾ സ്റ്റോറിൽ കൊണ്ട് ഉണങ്ങിയാണോ? സ്റ്റോറിൽ കൊണ്ട് ഉണങ്ങുവാണ്. അതിനുള്ള സൗകര്യം ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഏലകൃഷിയിൽ ഈ കീടനാശിനി ഉപയോഗിക്കാറുണ്ടോ? കീടനാശിനി ഉപയോഗിക്കേണ്ടതായ ചില സന്ദർഭങ്ങളിൽ കീടനാശിനി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സാരമായിട്ട് ഏലകൃഷിനെ ബാധിക്കുന്നുണ്ട്, നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഏതൊക്കെ? മഞ്ഞളിപ്പ് രോഗങ്ങളുണ്ട്, ഫംഗസൈഡ് രോഗങ്ങളുണ്ട്, പിന്നെ തണ്ടുതുരപ്പനുണ്ട്. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. വേരുപുഴു അങ്ങനെയുള്ള വേരുപുഴുണ്ട്. അഴുകലൊക്കെ ഉണ്ടാകുന്നുണ്ട്. മഴ സമയങ്ങളിലാണ് കൂടുതൽ അഴുകൽ നമുക്ക്. പ്രതിവിധിയായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് സാധാരണ? അഴുകലിന് നമ്മൾ അതിനകത്ത് മരുന്ന് ഊറ്റുവാണ് സാധാരണ ചെയ്യുന്ന. മരുന്ന് അടിച്ചു കൊടുക്കുന്ന മരുന്നുകളുണ്ട്, സാധാരണ മരുന്ന് ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ വേരുപുഴുവിന് ഫംഗസൈഡിന് ഉള്ളത്. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ മരുന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നുണ്ട്. എത്ര ഇടവേളയിൽ നമുക്ക് മരുന്ന് ഞങ്ങൾ കറക്റ്റ് പറയുവാണെങ്കിൽ ഞങ്ങൾ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ മരുന്ന് അടിക്കാറുണ്ട്. അതുപോലെ ഇതിന്റെ ഏലത്തിന്റെ ഒരു വളപ്രയോഗം എത്ര നാൾ കൂടുമ്പോൾ ചെയ്യണം? വളപ്രയോഗം ഒരു 45 ദിവസം കൂടുമ്പോഴത്തേനും വളപ്രയോഗം ചെയ്യുന്നുണ്ട്. അത് രാസവളമാണ് ചെയ്യുന്നത്? രാസവളം ചെയ്യുന്നുണ്ട്, ജൈവവളം, ചാണകം കലക്കി ഊറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ചാണകമുണ്ട്. പശു ഉള്ളത് കാരണം ചാണകം നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ട. എത്ര പശുവുണ്ട്? 2 പശുക്കളുണ്ട്. കറവയുള്ള പശുക്കളാണ്. ഈ ഒരു പശുകൃഷി നമുക്ക് ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ലാഭമാണെന്നും പറയാം, നമുക്കൊരു പരിധിവരെ നഷ്ടമാണെന്നും പറയാം. കഷ്ടപ്പാട് ഓവറാണ്. എന്നാലും പശുകൃഷി ഒരിക്കലും നഷ്ടമാണെന്ന് ഒരു മൈൻഡ് കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. നമുക്ക് 10 ദിവസം കൂടുമ്പോൾ കിട്ടുന്ന ഒരു വനിതകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ വളരെ നല്ലൊരു മേഖലയാണ്. തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പുല്ലല്ലാണ്ട് ഈ സമീകൃത ആഹാരം നമ്മൾ കാലിത്തീറ്റയൊക്കെ നമുക്ക് മിൽമായിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് മേടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ കാടി, അങ്ങനെ വെള്ളം, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പശുവിന്റെ പാല് കൊടുക്കാനായിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സൊസൈറ്റി ഉണ്ട്, കൊടുക്കുന്നുണ്ട്. വീടുകളിൽ കൊടുക്കാനായിട്ടുണ്ടോ? വീടുകളിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പാലിന്റെ വില വെച്ചിട്ട് നമുക്ക് പാലിന് നഷ്ടമില്ലാതെ പോകുന്ന. അപ്പം കാലിത്തീറ്റയ്ക്ക് അമിതമായ വിലയാണ്. 1495 രൂപയാണ് ഒരു തീറ്റ. അത് നമുക്ക് ഒരു മാസത്തേന് കഷ്ടിയേ തികയത്തുള്ളൂ. ഇപ്പം 2 പശുക്കളുള്ളപ്പോൾ 2 ചാക്ക് കാലിത്തീറ്റ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പാലിന് വില കൂടിയെന്ന് പറഞ്ഞാൽ നമുക്ക് കർഷകർക്ക് അത് കിട്ടുന്നില്ല, ഗുണത്തേക്ക് വരുന്നില്ല. ഏതിനം പശുക്കളെ വളർത്തുന്നത്? നമ്മൾ എച്ചപ്പുണ്ട്, ജേഴ്സിയുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്? പച്ചക്കറി നമ്മൾ മെയിനായിട്ട് പയറാണ് നമ്മൾ കൃഷി ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീൻസ്, അച്ചിങ്ങാപ്പയർ, അതാണ് മെയിൻ നമ്മൾ ചെയ്യുന്നത് പച്ചക്കറിയിൽ. അതിന്റെ ഒരു വിപണി സാധ്യത എങ്ങനെയാണ്? വിപണി സാധ്യത അത് നമുക്ക് മാർക്കറ്റിലൊക്കെ എടുക്കാൻ, പയറൊക്കെ നമുക്ക് വിറ്റഴിച്ച് കടകളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വില നമുക്ക് ലാഭകരമായിട്ടുള്ള രീതിയിലുള്ള വില നമുക്ക് കിട്ടുന്നുണ്ട്. ലാഭകരമാണ്. പയർ കൃഷി നോക്കിയിട്ട് നമുക്ക് ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പച്ചക്കറി കൃഷിയിൽ ഈ കീടബാധ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ? കീടബാധയുണ്ട്. നമ്മൾ പയർ കിളുത്ത് കുറച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് കേടായിപ്പോയി കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് കാണുന്നത്. അതിനപ്പോൾ പ്രതിവിധിയായിട്ട് എന്താ ചെയ്യാറുള്ളത്? പ്രതിവിധിയായിട്ട് നമ്മൾ മരുന്നടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതൊരു പരിധിവരെയൊക്കെ മരുന്നുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഈ പച്ചക്കറി കൃഷിക്ക് എന്തൊരു സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? പച്ചക്കറി കൃഷിക്ക് കൃഷിഭവനിൽ നമുക്ക് സബ്സിഡിയൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും വീട്ടിൽ തന്നെ ഉൽപ്പാദിക്കും. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ ഓവറായിട്ട് മരുന്നടിക്കുന്നില്ല. നമ്മൾ കീടബാധകൾ കൂടുമ്പോഴത്തേനും മാത്രമാണ് മരുന്നടിക്കുന്നുള്ളൂ. നമുക്കപ്പോൾ പച്ചക്കറി പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥ? ഇല്ല, പുറത്തൊന്നും വാങ്ങുന്നേ ഇല്ല. നമ്മൾ അങ്ങനെ വാങ്ങുന്നേ ഇല്ല. എത്ര വർഷമായിട്ട് ഈ പച്ചക്കറി കൃഷി ഞാൻ എന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നു. അതിന് മുമ്പ് തൊട്ടും ഇവർക്ക് പച്ചക്കറി കൃഷിയുള്ള ആളാണ്. വർഷങ്ങളായിട്ട് പച്ചക്കറി കട പോകേണ്ട അവസ്ഥ? ഇല്ല, വന്നിട്ടില്ല. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഒരു പച്ചക്കറിത്തോട്ടം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു പ്രദേശത്ത് ആവശ്യമുള്ള പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ്. കേരളത്തിൽ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ള ഒരാൾക്ക് നൽകാനുള്ള ഉപദേശം, അല്ലെങ്കിൽ എന്തൊക്കെ പച്ചക്കറി ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് വിശദമാക്കാമോ? നമുക്ക് പച്ചക്കറികൾ എല്ലാവർക്കും തന്നെ നമ്മളൊരു ചെറിയൊരു അടുക്കളത്തോട്ടം എല്ലാ വീട്ടിലും ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമാണ്. വിഷമയമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നു. നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എപ്പം വേണമെങ്കിലും ഇച്ചിരി നേരം പോയാലും കറി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊടികളിൽ നിന്ന് തന്നെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം, ഒന്നുമില്ലല്ലോ 5 സെൻറ്റ് ടെറസിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് 2 പച്ചക്കറികൾ ചെയ്താൽ അത് വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു 3-4 പച്ചക്കറികൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. നമുക്ക് ടെറസിൻ്റെ മണ്ടലാണെങ്കിൽ നമുക്ക് പച്ചമുളക് ചെയ്യാം, വഴുതന ചെയ്യാം, തക്കാളിക്ക ചെയ്യാം, പയറ് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ചെയ്യാനായിട്ട് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നമുക്കൊരു ടെറസ് ഒരുവിധം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സ്വന്തം പച്ചക്കറി കൃഷിയിടത്തിൽ നിന്ന് എടുത്ത പച്ചക്കറി വെച്ച് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുമ്പോൾ എന്താ തോന്നുന്നത്? അത് നമുക്ക് വളരെ ഒരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞ എനിക്ക് ചെറുപ്പം മുതൽ എൻ്റെ ഫാദറുമാർ തൊട്ട് അവർ കൃഷിക്കാരാണ്. കൃഷിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്ന് ഹസ്ബൻഡ് ഭയങ്കര പച്ചക്കറി കൃഷിയാണ്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമാണ്. നമ്മുടെ സ്വന്തം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു ആനന്ദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സുഖമാണ്. നമ്മൾ പച്ചക്കറി നമ്മൾ എല്ലാം ആസ്വാദകരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതൊരു സന്തോഷം തോന്നുകയുള്ളൂ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അതുകൊണ്ട് എനിക്കൊരു വളരെ സന്തോഷമാണ്. കുരുമുളക് കൃഷി ഏതൊക്കെയാണ് ചെയ്യുന്നത്? കുരുമുളക് കൃഷി നമ്മൾ കരിമുണ്ടയുണ്ട്, പന്നിയൂറുണ്ട്, വെള്ളമുണ്ടിയുണ്ട്, നീലമുണ്ടിയുണ്ട്, എല്ലാം തന്നെ കൃഷി ചെയ്യുന്നു. കുരുമുളകിൻ്റെ ഒരു വിളവെടുപ്പ് സമയം ഇപ്പോൾ ആയിട്ടുണ്ടല്ലോ. ആയിട്ടുണ്ട്. നമ്മുടെ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കുരുമുളക് കൃഷിയെ ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥയെ വന്നിരിക്കുന്ന വ്യതിയാനം കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, നമ്മൾ ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം വയനാട് അങ്ങനെയുള്ളൊക്കെയുള്ളൊരു ഭയങ്കര ഒരു തിരിച്ചടിയാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ മഴ കാരണം നമുക്കിത് പറിച്ചൊന്ന് ഉണങ്ങി എടുക്കാൻ പറ്റുന്നില്ല. സ്റ്റോറുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏലത്തിനൊക്കെയാണ് അവർ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പറിച്ച് ഉണങ്ങി എടുക്കാനായിട്ട് ഒരു വളരെ ബുദ്ധിമുട്ട്, കാലാവസ്ഥാ വ്യതിയാനം വളരെ ബുദ്ധിമുട്ടാണ്. കുരുമുളക് കൃഷി ഇപ്പോഴത്തെ ഒരു വിലയ്ക്ക് ലാഭകരമായിട്ട് പോകുന്നുണ്ട്. ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിനകത്ത് ഈ ആൾക്കാരെ വിളിച്ചുള്ള പണിക്കൂലി വെച്ച് നോക്കുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു വശം നോക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമുക്ക് വലിയ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഏലകൃഷി ലാഭകരമായിട്ട്, ഏലകൃഷി നോക്കിയിട്ട് ഞാൻ എല്ലാം സ്വന്തമായിട്ടാണ്, കായെടുക്കാൻ മാത്രമേ നമ്മൾ വെളിയിൽ നിന്ന് ആൾക്കാരെ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഏലകൃഷി സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഏലത്തിന് ജലസേചനമൊക്കെ വേനൽക്കാലത്ത് ആവശ്യമായിട്ട് വരാറുണ്ട്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്, നമുക്ക് കുളങ്ങളുണ്ട്. വാഴകൃഷി ഏതൊക്കെയാണ് വാഴകളാണ് ചെയ്യുന്നത്? വാഴകൃഷി നമ്മൾ മെയിനായിട്ട് ഏത്തവാഴയാണ് കൃഷി ചെയ്യുന്നത്. ഏത്തവാഴയുണ്ട്, ഞാലിപ്പൂവനുണ്ട്. നമുക്ക് മൂങ്കി ഇനത്തിൽപ്പെട്ടത് നമ്മൾ ഒരു എണ്ണം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ അതിനൊരു 2 പടലേ കൂടുതൽ കാണത്തില്ല. ഒരു വാഴ കൊലച്ച് കഴിയുമ്പോൾ നമുക്കതൊരു 25 കിലോ 18 കിലോ ഒക്കെ ഉണ്ട്. 2 പടല തന്നെ ഉണ്ട്. പിന്നെ നല്ല ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, മൂങ്കി വാഴക്കൊലയുടെ പ്രത്യേകത. ഈ വാഴ ചെയ്യുമ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴയാണോ? ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ വാഴ തന്നെയാണ് നടുന്നുണ്ട്. എന്തൊരു സ്ഥലത്ത് വാഴ കൃഷി ചെയ്യുന്നുണ്ട്? വാഴ നമ്മൾ ഒരു 1/2 ഏക്കർ സ്ഥലത്താണ് വാഴ ഇപ്പം ചെയ്തിട്ടുള്ളത്. 1/2 ഏക്കർ സ്ഥലത്ത് ഏകദേശം എത്ര വാഴ വെക്കാനായിട്ട്? 1/2 ഏക്കർ സ്ഥലത്ത് നമ്മളിപ്പോൾ 250 വാഴയാണ്. ഇടവിള കൃഷി ആയതുകൊണ്ട് നമുക്ക് ഒരു 250 തന്നെ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ മൂങ്കിയാണ് ഏത്തവാഴ. വാഴയുടെ ഇടയ്ക്ക് ഏതാണ് ഇടവിളയായിട്ട് ചെയ്യുന്നത്? ഇടവിളയായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കൊടിയുണ്ട്. കുരുമുളകാണ്. ഇഞ്ചി കൃഷി എല്ലാ വർഷവും ചെയ്യാറുണ്ടോ? ഇഞ്ചി കൃഷി എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അത് ലാഭകരമാണോ? അതിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയാണെന്നൊന്ന് വിശദമാക്കാമോ? കൃഷി രീതി ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ഇഞ്ചിക്ക് ചില സീസണിൽ വില കിട്ടുന്നുണ്ട്, ചില സീസണിൽ വില കിട്ടുന്നില്ല. പിന്നെ നമ്മൾ കൃഷികളെല്ലാം തന്നെ ചെയ്യുന്നത് കാരണം നമുക്കങ്ങനെ ഒരു നഷ്ടമൊന്നും അതിനകത്ത് പറയാൻ പറ്റുന്നില്ല. വിപണനങ്ങൾ നമ്മൾ വേറെ ഡിസ്ട്രിക്റ്റിലാണ് പോയി വിപണനം. നമ്മൾ കോട്ടയത്താണ് കൂടുതലും കൊണ്ട്
നമ്മളപ്പോൾ ഇവിടെ നിന്ന് കോട്ടയത്തിന് കൊണ്ട് കൊടുക്കുക. കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇവിടെ ഈ ഇടുക്കിയെ സംബന്ധിച്ചതിനേക്കാളും കുറച്ചും കൂടെ വില നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതലായിട്ടും കൊണ്ട് ഇഞ്ചി കൊടുക്കുന്നത്. കാപ്പി കൃഷി ഏതൊക്കെയാണ് ചെയ്യുന്നത്? കാപ്പി നമ്മൾ മെയിനായിട്ട് റോബസ്റ്റ കാപ്പിയാണ്. അത് ഒരു ഏക്കറോളം നമ്മൾ പാട്ടം എടുത്ത സ്ഥലത്ത് കാപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തന്നെ നട്ട് പരിപാലിച്ച കാപ്പിയാണോ? നമ്മൾ നട്ടല്ല, നമ്മൾ പാട്ടത്തിനെടുത്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്ന കാപ്പിയാണ്. അത് കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പം കാപ്പിക്ക് ഒരു ശകലം വിലയുള്ളത് കാരണം കാപ്പി കൃഷി ലാഭകരമാണ്. അതിന് വളങ്ങളൊക്കെ ചെയ്യാറുണ്ട്? വളങ്ങൾ ചാണകമാണ് മെയിനായിട്ട്, പച്ചച്ചാണകമാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒരു വർഷം എത്ര തവണ ഉപയോഗിക്കും? അതൊരു വർഷം ഒരു 2 പ്രാവശ്യം ഉപയോഗിക്കും. 2 തവണ ചാണകം ഉപയോഗിക്കുന്നില്ല. വേറെ ഒരുപാട് കാപ്പിയെ സംബന്ധിച്ച് നമുക്ക് പണിയൊന്നും വരുന്നില്ല. നമ്മൾ അതിനകത്ത് കവാത്തെടുത്ത് വിടുന്ന ഒരു സമയം, കുരു പറിച്ചതിന് ശേഷം വിളവെടുത്തതിന് ശേഷം നമ്മൾ കവാത്തെടുത്ത് വിടുന്നതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതിന് പണി ഒന്നും വരുന്നില്ല കാപ്പി കൃഷി. തെങ്ങ് കൃഷി വിപുലമായിട്ടുണ്ടോ? തെങ്ങ് കൃഷി നമുക്ക് ഒരു 10-50 തെങ്ങ് പഴയ നേരത്തെ വെച്ച അച്ഛനൊക്കെ ഉള്ള സമയത്ത് വെച്ച തെങ്ങുകളാണ്. നമുക്കത് പുറത്ത് വിൽക്കാനും മാത്രം? നേരത്തെ പുറത്ത് വിൽക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ വിൽക്കാനുണ്ടായിരുന്നു. എണ്ണയാട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തെങ്ങിനെല്ലാം ഒരുപാട് രോഗങ്ങളും കീടങ്ങളും ഒക്കെ കാരണം നമ്മൾ അത് തെങ്ങിൻ്റെ രോഗത്തിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിനകത്ത് ഉപ്പും ചാരവും ഒക്കെ ഇട്ട് നമ്മൾ തെങ്ങ് ഉരുക്കി വൃത്തിയാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൊമ്പൻചെല്ലിയുടെ ശല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ സ്വന്തമായിട്ട് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഇടാനായിട്ടുള്ള ആൾക്കാരെയൊന്നും വിളിക്കേണ്ട, സ്വന്തം പരിപാലിക്കുന്നുണ്ട്. കവുങ്ങ് വിപുലമായിട്ടുണ്ടോ? കവുങ്ങ് വിപുലമായിട്ടുണ്ട്. അതിൻ്റെ ഒരു വിപണി സാധ്യത എങ്ങനെയാണ്? കവുങ്ങിൻ്റെ വിപണി സാധ്യത നല്ല കൊട്ടപ്പാക്ക് ഒക്കെ നമുക്ക് നല്ലൊരു ചില സമയങ്ങളിൽ നമുക്കതിന് ഓരോ സീസണിലെയും വിളവ് പ്രത്യേകിച്ച് വെവ്വേറെയാണ്. ചില സമയം നമുക്ക് കൂടുതൽ വിളവ് ചില സീസണിൽ കിട്ടുന്നു, ചില സമയത്ത് നമുക്ക് കുറവാണ് കിട്ടുന്നത്. എന്നാലും വിപണി സാധ്യതയുള്ളതാണ്. അത് നഷ്ടമില്ല നമുക്ക്. പിന്നെ പറിച്ചെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് കവുങ്ങിന് ഉള്ളത്. കപ്പ കൃഷിയുടെ നടിയിൽ തൊട്ടുള്ള അതിൻ്റെ ഒരു പരിപാലനത്തെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? കപ്പ കൃഷി നമ്മൾ ഈ സീസണിൽ നമ്മുടെ ഈ ഇടുക്കിയിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു മെയ് മാസത്തോടു കൂടിയാണ്. നമ്മൾ നില ഒരുക്കി എല്ലാം വൃത്തിയാകുന്നു. പിന്നെ കീടങ്ങളെയൊക്കെ നമ്മൾ തീയൊക്കെ ഇട്ട് അത് ചുട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഉടല് വെട്ടുക എന്നാണ് പറയുന്നത്. ഉടല് വെട്ടിക്കഴിഞ്ഞ് നമ്മൾ കപ്പത്തണ്ട് ഒടിച്ച് ആണ് നമ്മൾ എടുക്കുന്നത്. കത്തി കൊണ്ട് മുറിച്ചല്ല എടുക്കുന്നത്. ഒടിച്ച് മൊട്ടായിട്ടെടുത്ത് വെച്ചാണ് നമ്മളത് ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് നമ്മൾ വെക്കുന്നത്. അത് വെള്ളം ഒഴിക്കേണ്ടതായ ഒരു സാഹചര്യം വരുന്നുണ്ട്. കിളുത്ത് കഴിഞ്ഞാൽ അതിനൊരു 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ചാണകങ്ങൾ കലക്കി ഒഴിക്കും. പിന്നെ നമ്മൾ ഇട കിളയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇട കിളയ്ക്കാറാകും. ഇട കിളയ്ക്കുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ചെറിയ രീതി രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ രാസവളം ഒരു 3 പ്രാവശ്യം രാസവളം ഉപയോഗിക്കും. ജൂൺ ജൂലൈയോടുകൂടി മഴ സീസൺ ആകുമ്പോഴത്തേനും ഇത് കാറ്റടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളത് കമ്പ് കൊണ്ട് കെട്ടി ഒക്കെ വെച്ച് പരിപാലിച്ച് വേണം പോകാനായിട്ട്. പിന്നെ വീണ്ടും നമുക്ക് നില ഒരുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇടവിളയായിട്ട് ഒരുക്കി ഈ കാടുകളൊന്നും ഇല്ലാതെ നമ്മൾ വൃത്തിയാക്കുന്നു. വീണ്ടും നമ്മൾ ചാണകം കലക്കി ഒഴിക്കുന്നു. അങ്ങനെ ഒരു വർഷത്തിലൊരു 3 പ്രാവശ്യം ചാണകം കലക്കി നമ്മൾ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു 9 മാസം ആകുമ്പോഴത്തേനും നമ്മൾ കപ്പ മൂത്ത് കഴിയുമ്പോഴത്തേനും അത് കാ ഉണ്ടാകും. ആ സമയം നമ്മൾ കപ്പ മൂത്തെന്ന് വിചാരിച്ച് നമ്മൾ ആ സമയത്താണ് നമ്മളത് പറിക്കുന്നത്. അത് രാവിലെ തന്നെ ചെന്ന് കപ്പ പറിച്ച് കൊണ്ടുവന്ന് നമ്മൾ വാട്ടാൻ എല്ലാവരും കൂടെ കൂടിയാണ് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ സഹായിക്കും നമ്മളെ വാട്ടാൻ വേണ്ടിയിട്ട്. അത് തനി നാടൻ രീതി തന്നെയാണ്. കപ്പയുടെ തൊലി ചിരണ്ടി കളയത്തേ ഉള്ളൂ, പൊളിക്കുന്നില്ല. ചിരണ്ടി കളഞ്ഞ് നമ്മൾ തന്നെ, മെഷീനൊന്നുമില്ല, നമ്മൾ കത്തിയൊക്കെ കൊണ്ട് തന്നെ അരിഞ്ഞ് അത് വാട്ടി വെള്ളമൊക്കെ വെച്ച് വാട്ടി അതിൻ്റേതായ കണക്കിന് നമ്മൾ ടെറസിൻ്റെ മണ്ടയിലിട്ട് ഒരു 3-4 ഉണക്കിന് കപ്പ വാട്ടി കിട്ടും. അങ്ങനെയാണ് സാധാ ചെയ്യുന്നത്. കോഴി കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. കോഴിയുടെ മുട്ടയൊക്കെ വിപണി എങ്ങനെയാണ്? ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ കോഴികൾ എല്ലാവർക്കും ഉള്ളത് കാരണം നമുക്ക് വിപണനങ്ങൾ നടക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നമുക്ക് എല്ലാ വീട്ടിലും തന്നെ കോഴിയുണ്ട്. കുടുംബശ്രീയൊക്കെ ഉള്ളത് കാരണം എല്ലാ വീട്ടിലും കോഴികളുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനായിട്ട് എടുക്കാം. എന്നാലും അത്യാവശ്യം ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു 12 വർഷത്തെ കാർഷിക അനുഭവം വെച്ച് അസാധ്യകരമായിട്ടുള്ളൊരു തൊഴിലാണ് കൃഷി. കൃഷി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പ്രവൃത്തി പരിചയമുള്ളതും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ ഫാദേഴ്സ്, മദേഴ്സ്, ബ്രദർ, സിസ്റ്റർ അവരെല്ലാം കൃഷിയിൽ വളരെ ഇതാണ്. അതുകൊണ്ട് പിന്നെ മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ആളാണ്. എൻ്റെ എല്ലാ സപ്പോർട്ടും ഹസ്ബൻഡാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ലാഭകരമാണ്. നമ്മളെല്ലാ കാര്യവും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷകരമായിട്ട് കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നു. തുടർന്നും മുന്നോട്ട് കൃഷിയാണ് മെയിൻ. വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പോകാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. കൃഷിയാണ് മെയിനായിട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യം. നമ്മൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷി ലാഭകരമാണ്. ഒപ്പം സന്തോഷകരമായിട്ട് നമുക്ക് പോകാനായിട്ടും പറ്റുമെന്നാണ് പറയുന്നത്.
അതെ 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 അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡുണ്ട്, എനിക്കൊരു മോളുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. മോളെത്രയിലാണ് പഠിക്കുന്നത്? മോള് 4ൽ പഠിക്കുന്നു. മോളും ഈ കൃഷിയുടെ കൂട്ടത്തിൽ കൃഷിയാണ് ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. കൃഷി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങളുടെ കൂടെ എല്ലാ ഇതിനും വെള്ളമൊഴിക്കാനും എല്ലാ കാര്യത്തിനും ചെടികളൊക്കെ വെക്കാനും പരിപാലിക്കാനും ഒക്കെ ചെറുപ്പത്തിലേ തന്നെ മിടിക്കുകയാണ് പുള്ളി. പയറിടാനൊക്കെ ഞങ്ങളുടെ കൂടെ വരും. കപ്പ എല്ലാ ഇതിനും ഒഴിക്കാൻ, കപ്പ വാട്ടുന്ന സമയത്ത് അത് ചിരണ്ടാനും എല്ലാ കാര്യത്തിനും ഇപ്പോൾ കൃഷിയിലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളിക്കാരി. അപ്പോൾ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് കൃഷിയിലേക്ക് ഇറങ്ങി സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ യുവ കർഷകയായ മഞ്ജു അനിലാണ്. കാർഷിക രീതിയും കാർഷിക അനുഭവങ്ങളുമൊക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. ഇടുക്കി അയ്യപ്പൻകോവിലിലെ യുവ കർഷകയായ ശ്രീമതി മഞ്ജു അനിലുമായി ഇതുവരെ സംസാരിച്ചത് പി അർജുൻ ദാസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. മഞ്ഞളിന്റെ മഹത്വം. സിഞ്ചിബറേസി എന്ന സസ്യകുലത്തിലെ അംഗമായ മഞ്ഞൾ ദേവഭാഷയായ സംസ്കൃതത്തിൽ നിഷ എന്നും ഇംഗ്ലീഷിൽ ടർമറിക് എന്നും അറിയപ്പെടുന്നു. അനേകം ഔഷധ ഗുണമേന്മകളാൽ സമ്പന്നമാണ് മഞ്ഞൾ. മഞ്ഞൾ എന്ന പേര് മഞ്ഞളിന് വന്നതിനു കാരണം തന്നെ അതിന്റെ മഞ്ഞ നിറം തന്നെയാണ്. നമ്മുടെ അടുക്കളയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ. മഞ്ഞൾ പോലെ ഔഷധ ഗുണമുള്ള മറ്റൊരു ഭക്ഷ്യവസ്തു ഇല്ലെന്ന് തന്നെ പറയാം. പ്രത്യേക ഗന്ധമുള്ള മഞ്ഞൾ നല്ലൊരു അണുനാശിനി കൂടിയാണ് എന്ന വൈദ്യശാസ്ത്ര വിശകലനം വിസ്മരിക്കാതിരിക്കുക. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ തോത് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മഞ്ഞൾ ക്യാൻസർ വരാതെ നമ്മുടെ ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മഞ്ഞളിന്റെ മഹിമ പഴമക്കാർ അറിഞ്ഞിരുന്നു എന്നതിന് തെളിവാണ് മണ്ണിനുള്ളിൽ പൊൻചീർപ്പ്, നീലം കീറി പൊന്നെടുത്തു തുടങ്ങിയ കടംകഥകൾ. മഞ്ഞളിന് നിറം നൽകുന്നത് അതിലുള്ള കുർക്കുമിൻ എന്ന ഘടകമാണ്. കടുത്ത നിറമുള്ള മഞ്ഞളിൽ ഈ ഘടകം ഏറെയുണ്ടാകും. കീടനാശിനികൾ ഏറെ തളിച്ച മഞ്ഞളിൽ ഈ ഘടകം കുറയും. കുർക്കുമിൻ മഞ്ഞളിൽ നിന്ന് വാറ്റിയെടുത്ത് സുഗന്ധ തൈലമായി ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ പുറമെ അനേകം വിറ്റാമിനുകളും കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, സിഞ്ചിബറിൻ എന്ന എണ്ണ എന്നിവ മഞ്ഞളിലുണ്ട്. സ്ത്രീകൾ മഞ്ഞളരച്ച് ദേഹത്ത് തേച്ചു കുളിച്ചാൽ ശരീരത്തിലെ വിയർപ്പ് കുറയുകയും സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. രോഗാണുക്കളുടെ സംക്രമണം നിരോധിക്കപ്പെടും. മുഖത്ത് മഞ്ഞൾ പുരട്ടി കുറെ സമയത്തിനു ശേഷം കുളിച്ചാൽ മുഖസൗന്ദര്യം വർദ്ധിക്കും. കൂടാതെ അമിതമായ രോമവളർച്ച തടയപ്പെടുകയും ചെയ്യും. ത്വക്ക് മിനുസമുള്ളതായും തിളക്കമുള്ളതായും സൂക്ഷിക്കാൻ മഞ്ഞളിന് കഴിയുമെന്നതാണ് ഈ സുഗന്ധവ്യഞ്ജനത്തെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാക്കുന്നത്. മഞ്ഞളിന്റെ ഔഷധ ഗുണം തൊലിപ്പുറമേയുള്ള പാടുകളും കുഴികളും മറ്റും നീക്കുകയും ചെയ്യും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള ചന്ദനപ്പൊടി, 1/2 ടീസ്പൂൺ കടലപ്പൊടി എന്നിവ പാൽക്കുഴമ്പിൽ ചാലിച്ചെടുത്തത് ദിവസവും 1 തവണ 1 മണിക്കൂർ നേരം പുരട്ടിയാൽ മുഖം സുന്ദരമാക്കാൻ മറ്റൊരു ലേപനത്തിന്റെയും ആവശ്യമില്ല. അതുപോലെ ചെറുനാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുഴമ്പാക്കിയത് ദിവസവും രാത്രി കിടക്കും മുമ്പേ മുഖത്തും കഴുത്തിലും പുരട്ടി അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയുന്നത് ഉത്തമമാണ്. ത്വക്ക് മൃദുവാക്കാനും മുഖക്കുരു, മുഖത്തെ ചുളിവുകൾ, കടുത്ത പാടുകൾ എന്നിവ മാറ്റുവാനും മഞ്ഞളിന് കഴിയും. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഓരോ ടീസ്പൂൺ വീതം കുഴമ്പാക്കിയതും ത്വക്കിന് ഉത്തമമായ ടോണിക്കാണ്. മഞ്ഞൾ നല്ലൊരു ഔഷധം കൂടിയാണെന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത്. ദഹനക്കേട്, കുടലിലും മറ്റുമുണ്ടാകുന്ന രോഗങ്ങൾ, വിരശല്യം തുടങ്ങിയവയ്ക്ക് ഏറെ ഫലവത്താണ് മഞ്ഞൾ. മഞ്ഞളിന്റെ നീരോ ഉണക്കിപ്പൊടിച്ച പൊടിയോ പാലിലോ വെള്ളത്തിലോ കലക്കി കുടിച്ചാൽ വയറുകടി, ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഛർദി, കരൾ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ശമിക്കും. പച്ചമഞ്ഞളിന്റെ നീര് ഏകദേശം 20 തുള്ളി 1 നുള്ള ഉപ്പ് കലർത്തി ദിവസവും രാവിലെ കുടിച്ചാൽ വിരശല്യം കുറഞ്ഞു കിട്ടും. ചൊറി, ചിരങ്ങ്, മറ്റ് ചർമ്മരോഗങ്ങൾ എന്നിവ ശമിപ്പിക്കാനും മഞ്ഞളിന് അപാരമായ കഴിവുണ്ട്. മഞ്ഞളും തേങ്ങാപ്പീരയും കൂട്ടിച്ചേർത്ത് തേച്ചു കുളിച്ചാൽ ശരീരത്തിലെ പുകച്ചിൽ മാറുന്നതിനും ശരീരത്തിന് കുളിർമയുണ്ടാകാനും സഹായിക്കും. മഞ്ഞൾ ചതച്ചിട്ട് മൂപ്പിച്ച് വ്രണങ്ങളിൽ പുരട്ടിയാൽ വ്രണങ്ങൾ വേഗത്തിൽ കരിയും. രക്തക്കുറവിന്റെ പേരിൽ വിളറി വെളുത്തുകൊണ്ടിരിക്കുന്നവർക്ക് മഞ്ഞളിന്റെ നീരും അല്പം തേനും കലർത്തിയത് ദിവസവും 1 ടീസ്പൂൺ വീതം കുടിക്കാനാണ് ആയുർവേദം അനുശാസിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ഗ്ലാസ് പാലിൽ ചേർത്തത് ദിവസവും 2-3 തവണ വീതം വെറും വയറ്റിൽ കുടിക്കാമെങ്കിൽ ആസ്മ രോഗം കുറയും.
ത്വക്ക് രോഗങ്ങൾക്കും മഞ്ഞളിനേക്കാൾ ഉത്തമമായ വേറെ മരുന്നില്ലെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. മഞ്ഞൾ കലർത്തിയ വെള്ളത്തിൽ ഇടയ്ക്കിടെ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കും. മഞ്ഞളിൻ്റെ മഹിമ മനസ്സിലാക്കിയതുകൊണ്ടാവാം നമ്മുടെ ആചാരങ്ങളിൽ മഞ്ഞൾ അഭിഷേകവും മഞ്ഞയൊടുക്കലും മഞ്ഞൾ പ്രസാദവും മറ്റും ക്രമീകരിച്ചിരിക്കുന്നത്. മലയാളിയുടെ പാചകത്തിൽ മഞ്ഞളിനുള്ള സ്ഥാനവും ഔഷധ ഗുണവും കൂടി കണക്കിലെടുത്താവണം നമ്മുടെ കറിക്കൂട്ടുകളിൽ ഒഴിവാക്കാനാവാത്തത്. മഞ്ഞൾ രുചി നിർണ്ണയിക്കുന്ന ഘടകം കൂടിയാണ്. ഏത് കറി വയ്ക്കാൻ തുടങ്ങുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി കഷ്ണങ്ങൾക്ക് മുകളിൽ വിതറുക സാധാരണമാണ്. വിഷാംശം കറിക്കഷ്ണങ്ങളിൽ അറിയാതെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കുന്നതിനാണ് ഈ പ്രയോഗം. ദിവസവും ഓരോ ടീസ്പൂൺ വീതം ശുദ്ധമായ മഞ്ഞൾപ്പൊടി തേനിൽ ചാലിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ ഏതു വിധത്തിലുള്ള അർബുദവും തടയാൻ കഴിയുമെന്ന് വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ അനുമാനിക്കുന്നത്. പണ്ടുകാലത്ത് ഇന്നത്തെ പോലെ അർബുദ രോഗം ഇല്ലാതിരുന്നതിന് പ്രധാന കാരണം മഞ്ഞളിൻ്റെ നിത്യോപയോഗമാണ്. പ്രമേഹ രോഗത്തിനും മഞ്ഞളിൻ്റെ ഫലം അനിതര സാധാരണമാണ്. നെല്ലിക്കാനീരിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുകയാണ് വേണ്ടത്. അതുപോലെ കുഴിനഖത്തിന് മഞ്ഞൾപ്പൊടി മരോട്ടി എണ്ണയിലോ വേപ്പെണ്ണയിലോ ചാലിച്ച് പുരട്ടിയാൽ രോഗശമനം ഉറപ്പ്. ത്വക്ക് രോഗശമനത്തിനും മഞ്ഞൾ കൈക്കൊണ്ട ഔഷധമാണ്. മരോട്ടി എണ്ണയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് ഓയിൻമെൻറ്റ് രൂപത്തിലാക്കി പുരട്ടിയാൽ മിക്കവാറും എല്ലാ ത്വക്ക് രോഗങ്ങൾക്കും ഗുണം ലഭിക്കും. അലർജി സംബന്ധമായ രോഗങ്ങൾക്ക് മഞ്ഞളും കറിവേപ്പിലയും കൂട്ടി അരച്ച് പ്രഭാതവേളയിൽ ഒരു നെല്ലിക്കയോളം വലുപ്പത്തിൽ ഉരുട്ടിക്കഴിച്ചാൽ അസുഖശമനം തീർച്ച. ഇസ്നോഫീലിയയ്ക്കും ഈ പ്രയോഗം ഫലം ചെയ്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏതുതരം വിഷമേറ്റാലും പച്ചമഞ്ഞൾ അരച്ച് പുരട്ടുകയും കഴിക്കുകയും ചെയ്യാവുന്നതാണ്. പച്ചമഞ്ഞളും തുളസിയിലയും സമം ചേർത്തരച്ച് പുറമേ പുരട്ടുന്നത് ചിലന്തി വിഷത്തിന് ഫലപ്രദമാണ്. മഞ്ഞളും കരളകവും വിഷത്തിന് അരച്ചു പുരട്ടാവുന്ന ഒരു പ്രധാന മരുന്നാണ്. ഭൂമിയിൽ നിന്ന് 2 അടിയോളം ഉയരം വയ്ക്കുന്ന ഈ ഔഷധ സസ്യം മഞ്ഞ കലർന്ന പച്ച നിറമുള്ള ഇലകളും ഇളം മഞ്ഞ നിറമുള്ള പൂക്കളുമാണ്. ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന പ്രത്യേകതകളാണിവ. പക്ഷേ മണ്ണടി പൊന്നമ്മ എന്ന കടങ്കഥയിലെ നായികയായ മഞ്ഞൾ മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നു. ടർമറോൾ എന്ന സുഗന്ധതൈലം ഇതിൽ അടങ്ങിയിരിക്കുന്നു. കുർക്കുമിൻ എന്ന പീതരഞ്ജക വസ്തുവും റെസിനും ആൽക്കലോയിഡും മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയ മഞ്ഞൾ എല്ലാ വീട്ടിലും ഉണ്ടാകും. എന്നാൽ ഔഷധമായും സൗന്ദര്യ സംരക്ഷണത്തിനും പച്ചമഞ്ഞളാണ് അനുയോജ്യം. ഇളക്കവും നീർവാഴ്ചയുമുള്ള മണ്ണും ചൂടുള്ള അന്തരീക്ഷവും ഉണ്ടെങ്കിൽ ടെറസിലോ ചാക്കിലോ പോലും മഞ്ഞൾ വളർത്താം. സുഗന്ധദ്രവ്യവും ഔഷധമായ കുങ്കുമപ്പൂവിന് തുല്യമായാണ് മഞ്ഞളിനെ കണക്കാക്കുന്നത്. ഇന്ത്യയിൽ കാശ്മീരിൽ മാത്രം വളരുന്ന കുങ്കുമപ്പൂവിന് തീപിടിച്ച് വില കൊടുക്കേണ്ടി വരുമ്പോൾ തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി കൃഷി ചെയ്യുന്ന മഞ്ഞളിൻ്റെ കുറഞ്ഞ വില അതിനെ പാവപ്പെട്ടവന്റെ കുങ്കുമപ്പൂവാക്കുന്നു. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. भैया रे भैया, भैया रे भैया.